നിങ്ങൾ ആരൊക്കെയാ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നത്? ഇപ്പുറത്ത് വർഷേനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള നാച്ചുറൽ ആക്ടിങ് കാണാം. ദയവായിട്ട് എന്നെ തിരിച്ചയക്കൂ പ്ലീസ്. സൂപ്പർ സൂപ്പർ. അല്ല ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വർഷം ഒന്ന് നന്നായിട്ട് എന്തിനാ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? മിറർ ബാക്കിൽ വെച്ചിട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യണ്. മിററിൽ മായാവതിനെ കാണില്ലേ? തട്ടിക്കൊണ്ട് പോയിന്ന് കാണിക്കുന്ന CD സാമിയുടെ ഡ്രൈവർ കൊണ്ടേയിടും. ഈ സാമിയുടെ ഡ്രൈവർക്ക് അർജുൻ മറ്റേ സ്ഥലത്തിട്ട ജുബ്ബയാണ് കൊടുത്തത്. അയ്യോ നിങ്ങൾ ആരൊക്കെയാ? അങ്ങനെ വർഷേനെ തട്ടിക്കൊണ്ട് പോയ വീഡിയോ കാണുമല്ലോ, എല്ലാവരും ഞെട്ടും. ഓ മൈ ഗോഡ്, വർഷ തട്ടിക്കൊണ്ട് പോയി. ഇവളെ തിരിച്ചു കിട്ടണമെങ്കിൽ 25 ലക്ഷവുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വരണം. അതിന്റെ കൂടെ ഒരു കത്ത്. ഏതാണ് ആ സ്ഥലം? തിരുമല റെയിൽവേ കലിങ്കിന്റെ അടുത്ത്. 4 മണിക്ക് റെയിൽവേ കലിങ്ക്. ഓക്കെ, എനിക്ക് ആ വീഡിയോ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണണം. ഞാൻ പറഞ്ഞില്ല ഉമർലാദേവി മായാവതിനെ കണ്ടുപിടിക്കും. ഉമർലാദേവി ആര്? CBI-ടാ. ഇന്ത്യയിൽ തെളി കണ്ടുപിടിക്കുന്ന എല്ലാ കേസും ഉമറുനെ ഏൽപ്പിക്കുന്നതാണ് എന്റെ അടുത്ത്. എന്താണ് പണം കൊണ്ടുവരണ്ടെന്ന് തീരുമാനിച്ചു? അതേം പറഞ്ഞു വിളിച്ചിട്ട് പറയും പണം കൊണ്ടുവരില്ല, ആ കൊന്നു. ഇതാരാ എന്റെ ഇടയ്ക്ക് ഷർട്ട് ഇടാണ്ട് വരുന്ന? ശരിക്കും കൊട്ടേഷ സംഘം. കഴുത്തിലെന്താ ചേട്ടാ വെളുത്തുള്ളി നോക്കിയിട്ടാണ്? ഓ പുലി നകുവാ. ഓക്കെ ഓക്കെ ഓക്കെ, കൈ വെട്ടിയെന്ന് ഉറപ്പായാൽ മാത്രം 5 ലക്ഷം തന്നാ മതി. ഒരു കൈ വെട്ടാൻ 5 ലക്ഷം ഉള്ളൂടെ. താൻ തരാതിരുന്നാലോ? ഏത് പണ്ടനാണോ ചോദിക്കണേ? കൈ വെട്ടിയിട്ട് ഞാൻ പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഗുണ്ടേരോട്? അവളെ പൊക്കണം, അവളെ വെച്ച് വിലപേശണം. അതിന്റെ ഇടയ്ക്ക് മധ്യമന്ത്രിയുടെ മകളെ പൊക്കാൻ വേണ്ടിട്ട് ഇവർക്ക് കൊട്ടേഷൻ വരും. ആ പെണ്ണ് എവിടെയാണ്? ബ്യൂട്ടി പാർലറിൽ. വർഷം എവിടെയാണ് പോയത്? ബ്യൂട്ടി പാർലറിൽ. അയാളുടെ ഒരു മോളിപ്പോ ഗ്രേസ് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ട്. എന്റെ ഒരു സംശയം വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ ഒരു ബ്യൂട്ടി പാർലർ ഉള്ളൂ എല്ലാവർക്കും വരാൻ. അവൾ നീല ചുരിദാറും ചുവപ്പ് ഷാളും. ഡ്രൈവറോട് ചോദിക്കാം ഏത് മന്ത്രിയുടെ പുത്രിയാണെന്ന്. ബെസ്റ്റ് ഗുണ്ടകള്, മണ്ടന്മാര്. നീ സ്വർഗം കണ്ടിട്ടില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുപോവാ. ഇജാതി ഡയലോഗ്. ദേവേന്ദ്രൻ നിന്നെ ഒന്ന് കാണണമെന്ന്. നിന്നോട് ലെടി പറഞ്ഞു മിണ്ടായിരിക്കാൻ. അടങ്ങിയിരിക്കണേ. ഉടങ്ങിയിടി. എന്താ ചേട്ടാ തൊണ്ടയിൽ വരെ പിടിച്ച്? ഇതാരാ? ഇതാരാ? ഇത് ദൈവം. വർഷ ദൈവ ഇയാളാ? പിന്നെ ഞാൻ വിശ്വസിക്കില്ല. ബാർ തുറക്കാനുള്ള ലൈസൻസ് പുതുക്കുക എന്നതാ. വർഷ ബാറ ഏത് ബാറ്? എനിക്ക് ബാറൊന്നും അറിയില്ല. നീ എന്തൊക്കെയാണാ പറയുന്നത്? പുതുക്കിയാ മാത്രം പോരാ, 2 കോടി രൂപ കൂടി കിട്ടണമെന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. അത് വല്ലാത്ത ബുദ്ധി തന്നെ ചേട്ടാ. എന്നിട്ട് അവളും അവളുടെ അമ്മ ഇതുപോലെ പല നാടുപാടും. നീ കൂട്ടുകക്ഷി. അഭിഷേക് വിശ്വസിക്കില്ല. അനിയാ, ഇത് ഒറിജിനൽ കിഡ്നാപ്പിംഗ് ആണ്. ഞാൻ ശരിക്കും ഗുണ്ടയാണാ. പേടിക്കണ, വിശ്വസിക്കണ. ഞാൻ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നീ ആരാ? തട്ടിടക്കാരനോ അതോ ചാക്ക് കച്ചവടക്കാരനോ? അഭിഷേക് പൊളിസാരം. നമസ്കാരം അമ്മ. ആരാടാ അമ്മ അച്ഛന്നൊക്കെ വിളിക്കുന്നേ? പിച്ചക്കാരനാണോ? അതേമ്പോ ഗുണ്ടൻ ചെയ്യും. വർഷയുടെ അമ്മേനെ വിളിക്കുന്നു. പൂട്ടിയ ബാർ തുറക്കാൻ വേണം. പൂട്ടിയ ബാർ തുറക്കണമെന്നോ? മായാവതി ബാറാ? ഏത് ബാറ്? ആരാണെന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയതാണോ ഇനി? മായാവതി ഗുണ്ടേനെ കുറെ ചീത്തറിയും. ലാസ്റ്റ് മായാവതി. അപ്പൊ നമ്മളിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കുക. ബൈ ദ ബൈ, നമ്മുടെ അമൃതയെ മറിഞ്ഞൊരു സിംഗപ്പൂരിലേക്ക് പോകാൻ വെട്ടിവാക്കിയാണ് കേട്ടോ. സിംഗപ്പൂരിൽ അടിച്ചു പൊളിക്കാം. ശരിക്കും അടിച്ചു വിളിക്കോ? അധികം സാരി ഒന്നും എടുത്ത് വെക്കണ്ട. അതെന്താ? ഈ പോക്ക് മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം അവർക്ക് സിംഗപ്പൂർ സെറ്റ് ഇടാനുള്ള ബഡ്ജറ്റില്ല. ഗ്രീൻ സ്ക്രീൻ, സിംഗപ്പൂർ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല. സിംഗപ്പൂർ പോകില്ല. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. അവിടുത്തെ സ്റ്റൈൽ ഡ്രസ് അതവിടെ തന്നെ വാങ്ങാം. നിന്റെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടാ. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഡ്രസ്സാണ് അവിടെ കോമൺ. അയ്യേ, എനിക്ക് നാണോ? നാണം മാറാനാണ് നമ്മൾ സിംഗപ്പൂർ പോകുന്നത്. നാണം മാറ്റ ശരിക്കും എനിക്ക് വയ്യ. മാറ്റ സിംഗപ്പൂർ പോവേ? എന്താ ഇവിടെ വെച്ച് മാറണം? മാറ്റങ്ങോട്ട്. ഓ മുത്തശ്ശിയാകനെ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കണം. അതേത് വഴിയാ? ആദ്യം അമ്മയാകണം. അത് ആദ്യം ആലോചിക്കാം. എന്താ അർജുൻ? ഈ തള്ള സമ്മതിക്കൂല. തിരിച്ചു വരുമ്പോ വല്യമ്മയ്ക്ക് എന്താ കൊണ്ടുവരണ്ട? എനിക്കൊന്നും കൊണ്ടുവരണ്ട. പിന്നെ വല്യമ്മ രഹസ്യ എന്താ? ഓ അതിനെന്താ എത്ര നാണിക്കാൻ? എന്നാലും എന്തായിരിക്കും വല്യമ്മ ചെവി പറഞ്ഞത്? എനിക്കൊന്നും അറിയാത്തൊരു ഉറക്കൂല. നിങ്ങൾക്ക് അറിയാതെ അറിയിക്കുന്ന കമതി. അമ്മ അമൃത നാണം കെടുത്താൻ വേണ്ടിട്ട് പോവില്ലമ്മേ. എനിക്ക് നാണോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങളൊക്കെ നല്ല ആൾക്കാര്. മോളെ അമൃതേ, മായാവതിയുടെ ശബ്ദമല്ലേ? മായാവതി വന്നുള്ള സത്യമൊക്കെ ഇവിടെ വിളിച്ചു പറയും. അർജുൻ പുല്ല് ഈ പോക്കും മുടങ്ങി. ഞാൻ എങ്ങനെ? പക്ഷെ മായാവതിയുടെ ഇവിടുത്തെ ആക്ടിങ് വാസ് വെരി ഗുഡ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, കളിയൊക്കെ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് വെരി ഗുഡ്. അമൃത പുല്ല് സിംഗപ്പൂർ പോകാനും സമ്മതിക്കൂല. താൻ ആരെയാണോ കടത്തി കൊണ്ടത്? മന്ത്രിപുത്രിയെ. അവളിതാ ഇപ്പൊ സിറ്റി കൂടെ കാറിലിരുന്ന് കറങ്ങുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഗുണ്ടറിയും ഇതല്ല മന്ത്രിപുത്രിന്ന്. ദേശായി ഫാമിലിയിലെ അഭിഷേകിന്റെ ഭാര്യയാണ്. ഗുണ്ടാവിലേക്ക് മന്ത്രിപുത്രിനെ കിട്ടിയില്ല. ദേശായി എങ്കിൽ ദേശായി. ഉപദ്രവിക്കില്ലേ? അവളിപ്പോ എവിടെയോ? എന്റെ അടുത്ത് തന്നെ ഉണ്ട്.
അങ്ങനെ തട്ടിക്കൊണ്ടുപോയത് ഉള്ളതാണ് എല്ലാവർക്കും മനസ്സിലാവും. ഇവളുടെ കയ്യിലേയും കാതിലേക്ക് സ്വർണ്ണ ഊരി എടുക്കണം. തൊട്ടുപോരുത്. വിടാൻ എന്റെ താലി. ഗുണ്ട, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഈ താലി ഒന്ന് പൊട്ടിച്ചു നോക്ക്, അപ്പൊ അറിയേ ഞാൻ ആരാണെന്ന്. എന്നെ രക്ഷിക്കുക. നേരത്തെ താലിമാലി തൊട്ടപ്പോ പേടിച്ച ആളാ ഇപ്പൊ ഡയലോഗ് അടിക്കുന്നേ. ഒരു സ്ത്രീ ആയിരിക്കണം പണവുമായിട്ട് വരേണ്ടത്, അതും ദേശായി കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീ. എന്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശായി കുടുംബത്തിലെ വർഷം അറിയാത്തവര് വന്നത് ആരോന്ന് ഇങ്ങനെ അറിയാം? ഞാൻ തന്നെ കൊണ്ടുപോവാം. അങ്ങനെ ലാസ്റ്റ് ഉമ്മർ പോവാന്ന് പറയും. വേണ്ട അമ്മ, ഞാൻ അയക്കില്ല. അപ്പൊ എല്ലാരും പറയും ഉമ്മറിനെ വിട്ടിട്ടോ കിരൺ. അഞ്ജലി പോട്ടെ. അഞ്ജലി ഞാനാ പോടാ. ഞാൻ പോയിക്കോളാം, എനിക്കതില് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമൃതേനെ വിടാനും ആരും സമ്മതിക്കില്ലെങ്കിൽ ആ മുത്തശ്ശീനെ വിടാം. അതിനാകുമ്പോ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ആരാ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, ആരാ ആ സ്ത്രീ ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അയ്യേ, ഇയാള് തീരുമാനിക്കാനാണെങ്കിൽ നേരത്തെ ഇവിടെ തീരുമാനിച്ച് പറഞ്ഞാ പോരെ. പെണ്ണുന്നും പെണ്ണുന്നും പറഞ്ഞ് ഞങ്ങളോട് തീരുമാനിക്കാൻ പറഞ്ഞെന്തിനാ? അമൃതയുടെ കയ്യിലാണ് പണം കൊടുത്ത് വിടേണ്ടത്. അമൃത, അയ്യോ എന്റെ ഹണിമൂൺ പോയി. ഞാൻ പോയിക്കോളാം, എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അതെ, പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. അർജുൻ ഇത്ര സ്നേഹ. എന്റെ ജീവന് വില കൽപ്പിക്കുന്നു, അമ്മയുടെ ജീവന് വിലയില്ലെന്ന് അങ്ങനെ നാളെ വ്യാഖ്യാനിക്കപ്പെടും. അമൃത കൺവിൻസിംഗ് അർജുൻ. ഇതൊരു സ്പൈ ഹിഡൻ ക്യാമറയാണ്, വയർലെസ് കണക്ഷനാണ്. സ്പൈ ഹിഡൻ ക്യാമറയോടെ ഇത് അമൃതയുടെ സാരിയിൽ കുത്തണം. ഇത്ര വലിയ ക്യാമറ അവര് കാണിക്കടാ പൊട്ടൻ DGP. അങ്ങനെ ക്യാമറയും വെച്ച് അമൃത കറി നിറഞ്ഞു. സാരി കൊണ്ട് നന്നായിട്ട് മറയ്ക്കാൻ പറയും. ഇത് നൈറ്റ് വിഷനുള്ള ക്യാമറയാണ്. ഫോൺ ഓഫ് ചെയ്യണ്ട. ഇല്ല സർ. അർജുൻ അറ്റത്തെ കൊടുക്കണോ കട്ട് ചെയ്തില്ലെങ്കിൽ? അമൃത, ധൈര്യം കൈവിടരുത്. കൈവിട്ടില്ല സാർ, ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അർജുൻ, ഇനി അമൃത ഇറക്കി വിട്ടോളൂ. ഓക്കേ. എടാ മണ്ടൻ പോലീസുകാരാ, എടാ രഹസ്യ ഓപ്പറേഷന് പോകുമ്പോഴെങ്കിലും ഈ പോലീസ് ജീപ്പ് ഒന്ന് ഒഴിവാക്കടാ. സൈറനെങ്കിലും ഒന്ന് ഓഫ് ചെയ്യടാ. അമൃത, ഇതെന്താ മാജിക് ഷോ? എന്റെ കണ്ണ് കെട്ടി കത്തിറിയാൻ പോണ? പലതും കാണാൻ പാടില്ല, അതുകൊണ്ടാ. എടാ മണ്ട, കണ്ണിട്ടിട്ട് എന്താ കാര്യം? ക്യാമറയുണ്ട്, സാരിയുടെ അടിയിൽ വെച്ചാലും കാണാൻ പറ്റുന്ന പ്രത്യേകതരം ക്യാമറയാണ് ഇത്. നീ വേണമെങ്കിൽ പതുക്കെ രഹസ്യ സങ്കേതത്തെ സമീപിക്കാം. ഓപ്പറേഷൻ വർഷനെ രക്ഷിക്കൽ. ഫസ്റ്റ് ചെന്ന് കയറിക്കൊണ്ട് അർജുനെ അയക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പോലീസിനെ അറിയിക്കാനാണ്. നല്ല പോലീസുകാരൻ. ഉണ്ണി സത്താർ. എന്റെ പൊന്നു കുണ്ടാ നേതാവേ, ആ 2 കോടി കിട്ടുമ്പോ ചേട്ടൻ്റെ ഷർട്ട് വാങ്ങിച്ചിട്ടോളൂ. ഇവൻ ഇതിന്റെ ഇടയ്ക്ക് കൊളവാക്കൂട്ടാ. അവന്റെ ഏത് ഷർട്ട് വാങ്ങിച്ചേ? മണ്ടൻ പടിപാളി തട്ടിയിട്ടുണ്ടോ? അത് ശരി, നോക്കാൻ പറഞ്ഞു വിട്ട കുണ്ട കോണിയുടെ അടിയിൽ നോക്കാണ്ട് ഇങ്ങനെ നോക്കി. പണം കൊടുത്ത് വർഷനെ റിലീസാക്കും. പോലീസ് വരുന്ന സമയം വരെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തണം. കുറെ മണ്ടൻ പോലീസുകാരുണ്ട്. എന്നിട്ട് അഭിഷേകിനോട് ഒരു ചെറുത്ത് നിർപ്പ് നിൽപ്പ് നടത്താൻ. മറിഞ്ഞു നിൽക്കാനാടാ പറഞ്ഞേ. ആ സൈറൻ ഇട്ടോണ്ട് വരണം നോക്ക്. ഇനി ഞാൻ പറയാതെ മൂവ് ചെയ്യരുത്. താൻ എന്താണോ പറയാത്തെ? ഇളയ മരുമകളെ കിട്ടിയപ്പോ 2 കോടി. അപ്പോ മൂത്ത മരുമകളെ കിട്ടിയാലോ ഒരു 3 കോടി കിട്ടില്ലേ? അമൃത വിലേക്ക്. എടാ താൻ മണ്ടനാണോ? അപ്പൊ എനിക്ക് ആദ്യം 5 കോടി ഒരുമിച്ച് ചോദിക്കായിരുന്നില്ല? ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടു തരില്ലേ? കുറെ പൈസ ഇല്ല അവിടെ. ഇയാളാൾ കൊള്ളാലോ. കലിപ്പനർജുന്റെ ഫൈറ്റ്. ഡിസ്കോ ഡിസ്കോ. എടോ താൻ സിനിമ കണ്ടോണ്ടിരിക്കാനോടോ? അവിടെ ഒരുത്തൻ ഇടികൊണ്ട് ചാവാൻ കിടക്കാം. അപ്പോഴും താൻ ഓപ്പറേഷൻ തുടങ്ങാൻ പറയണോ? ഈ പൊട്ടന്മാരെ അർജുനെ പിടിച്ച് ഹോം ടൂർ നടത്താണോ? എടാ അവിടെ എവിടെയെങ്കിലും കെട്ടിയത് എങ്ങോട്ട് മുന്നോട്ട് പോണേ? അർജുന്റെ എക്സ്പ്രഷൻ നോക്ക്. സ്റ്റൈലിഷ് ഫൈറ്റർ അഭിഷേക്. അയ്യോ എന്റെ കത്തി എവിടെ? എല്ലാത്തിനും പിടിച്ച് ജീവിക്കരുത്. ഇപ്പോഴാണോടാ വരുന്നത് പോലീസുകാരാ? ഈ ഓപ്പറേഷൻ കമ്മീഷൻ സാറിനോട് താങ്ക്സ് പറയേണ്ടത്. അർജുൻ വിലേക്ക് ഇടിമൊത്തം കൊണ്ടിട്ട് തന്റെ DGP-നോട് ഞാൻ നന്ദി കൂടി പറയണോ? ശരി, ഇയാളെ പിടിച്ചില്ലേ? അർജുന്റെ തലയ്ക്ക് അയാൾ പല കയറിയാണ്. ബെസ്റ്റ്. അങ്ങനെ പലക കൊണ്ട് അമൃതയുടെ തല പൊട്ടി. പാലും പോയി. ഇതാരുമില്ലല്ലോ ഒന്നിവിടെ പറഞ്ഞിരിക്കാൻ. അമൃതേ,
എന്താ അമൃതേ, ശ്വാസം മുട്ടുന്നുണ്ടോ? എനിക്ക് അലവ് തരട്ടെ. എന്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ തലക്കടി കൊണ്ട് ഇനി ശ്വാസം മുട്ട് വരുന്നത് എങ്ങനെയാടാ? ഈ ആംബുലൻസിന് മഞ്ഞപ്പിത്തം പിടിച്ച